നമ്മുടെ കോടികൾക്കൊന്നും ഒരു വിലയില്ലാത്ത കാലമാണെന്ന് തോന്നുന്നു അല്ലേ. 250 കോടി മുടക്കി എന്ന് അവകാശപ്പെടുന്ന ഒരു ചിത്രം ഇന്ത്യൻ 2. നമ്മൾ കമലഹാസൻ്റെ ഇന്ത്യൻ എന്ന് പറയുന്ന ചിത്രം കണ്ട് വളരെയധികം അതിശയിച്ച ഒരു സമയമുണ്ടായിരുന്നു. അന്ന് നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അഴിമതികൾക്ക് എതിരെ ഇന്ത്യൻ എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ശബ്ദിക്കുമ്പോൾ നമുക്കത് ഹരമായിരുന്നു. അപ്പോൾ അതിനൊരു അടുക്കും ചിട്ടയുള്ളൊരു കഥയുണ്ടായിരുന്നു. അത് നമ്മുടെ സിരകളെ ത്രസിപ്പിച്ചു, നമുക്ക് രോമാഞ്ചം ഉണ്ടായി, എല്ലാ ഇന്ത്യക്കാരും അങ്ങനെ ആയി തീരണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചൊരു സമയമായിരുന്നു. ശങ്കർ എന്ന് പറയുന്ന സംവിധായകനെ നമ്മൾ ശ്രദ്ധിച്ചു. അങ്ങനെയൊക്കെയാണ് ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമ ശ്രദ്ധിക്കപ്പെടുന്നത്. അത് വൻ വിജയമാവുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു അന്നത്തെ യുവാക്കൾക്ക് ഹരമായി. ഇപ്പം പറയുന്ന പോലെ അഴിമതിക്കെതിരെ ശബ്ദം ഉയർത്താൻ വേണ്ടി നമ്മുടെ സിരകളെ 10-20 കൊല്ലം മുമ്പ് ഇറങ്ങിയാണ്, 20-25 കൊല്ലം, ഒത്തിരി നാളായി ഇത് ഇറങ്ങിയിട്ട്. ഇന്ന് എത്രാം വർഷത്തിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം ഏതായാലും ചിത്രം കണ്ടു, അതിൽ നിന്ന് ത്വര ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഇന്ത്യൻ 2 കാണാൻ വേണ്ടി നമ്മൾ പോകുന്നത്. പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിരാശപ്പെടുത്തുന്ന പ്രകടനം ആണ് എന്ന് തോന്നും. ഒന്നുമില്ലെങ്കിൽ ഈ ഇന്ത്യൻ 1ൻ്റെ ആ പേര് കളയാതിരുന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് ഈ ചിത്രം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. യാതൊരു ലോജിക്കും ഇല്ലാത്ത ഒരു കഥയില്ലാത്ത ഒരു സിനിമ എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. പഴയ പഴയ കാര്യങ്ങൾ തന്നെ ഇപ്പം പുതിയ കുപ്പിയിലേക്ക് ആക്കുന്നു എന്നേ ഉള്ളൂ. ഇന്ത്യൻ 1ഉം ഇന്ത്യൻ 2ഉം തമ്മിലുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയത്, ഇന്ത്യൻ എന്ന് പറയുന്ന ആ കഥയ്ക്കകത്ത് കമലഹാസൻ എന്ന് പറയുന്നത് സാധാരണക്കാരനായൊരു വ്യക്തിയായിരുന്നു. സാധാരണ ഒരു പ്രായമായൊരു വ്യക്തി. അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന അനീതിക്കെതിരെ അദ്ദേഹം ശബ്ദമുയർത്തുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നേരിട്ട സംഭവങ്ങൾ, അത് തൻ്റെ മകനും ഇതിന് കാരണക്കാരനായി എന്നറിയുമ്പോൾ മകനെ കൊന്നിട്ട് പോകുന്ന നമ്മുടെ കമലഹാസൻ. അപ്പോൾ ഒരു സാധാരണക്കാരൻ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുന്നൊരു കഥാപാത്രമായിരുന്നു. നമ്മൾ കാണുന്നത് പോലുള്ളൊരു സാധാരണക്കാരനൊരു വ്യക്തിയാണത്. പക്ഷേ ഇന്ത്യൻ 2ലേക്ക് വന്നപ്പം ഏതോ അമാനുഷികനായ ഒരു വ്യക്തിയെ അവതരിപ്പിച്ചതുപോലെ തോന്നി. അപ്പം നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുന്ന, സാധാരണ മനുഷ്യനിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഇന്ത്യനായി മാറി കമലഹാസൻ്റെ 2ാം വരവ്. പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയത്, 1ാം ഭാഗത്തിനകത്ത് കമലഹാസൻ്റെ ഈ ഹെയർ സ്റ്റൈലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മേക്കപ്പും ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു വൃദ്ധനായൊരു മനുഷ്യനാണെന്ന് തോന്നിപ്പിക്കുമായിരുന്നു. ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു വൃദ്ധനായൊരു മനുഷ്യൻ. ആ മേക്കപ്പിനൊന്നും വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ 2ാം ഭാഗത്തിൽ ഈ സാങ്കേതികമായിട്ടൊരു മികവ് പുലർത്തുന്നു എന്നൊക്കെ പറയുമ്പോഴും ഒരു മേക്കപ്പിൻ്റെ ഒരു ഓവറായിട്ടുള്ള മേക്കപ്പ്, അത് നമുക്കൊരു പ്രായമായൊരു വ്യക്തിയായിട്ട് തോന്നത്തില്ല. അതാണ് ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സിനിമ നന്നാകണമെങ്കിൽ എല്ലാ ഘടകങ്ങളും ഒന്നിച്ച് വരണം. എനിക്കൊരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇതുപോലെ കഥ നന്നായി 1 ഹിറ്റിലേക്ക് മാറിയിരുന്നെങ്കിൽ ഇത് മേക്കപ്പ് ഒരു പ്രശ്നമായിട്ട് നമ്മൾ കണക്കാക്കത്തില്ലായിരുന്നു. പക്ഷേ ഇതൊരു പ്രായമായൊരു വ്യക്തിയായിട്ട് തോന്നുന്നേ ഇല്ല 2ാം ഭാഗത്തിലേക്ക് വന്നപ്പോൾ. മറ്റേതൊരു പ്രായമായൊരു വ്യക്തി, കമലഹാസൻ എന്ന് പറയുന്ന വ്യക്തിയെ അഭിനയമൊന്നും നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം പലതവണ തെളിയിച്ചിട്ടുള്ള. എനിക്ക് തോന്നുന്നു കമലഹാസൻ എന്ന് പറയുന്ന വ്യക്തിയെ ഓർമ്മ വരുമ്പം ഇന്ത്യൻ എന്ന് പറയുന്ന കഥാപാത്രം നമ്മുടെ മനസ്സിൽ ഓർമ്മയിട്ടു. അതുപോലെ തന്നെ പിന്നെ ഈ അഴിമതിയെപ്പറ്റിയൊക്കെ ഓർത്ത് വരുമ്പോൾ ഇന്ത്യനെ പോലുള്ളൊരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിക്കുന്നൊരു കാലമുണ്ട്. പക്ഷേ എല്ലാം കളഞ്ഞു കുടിച്ചു എന്ന് ഖേദപൂർവ്വം പറയുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ശങ്കർ എന്ന് പറയുന്ന സംവിധാനയൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടൊരു സമയമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു സമയമായിരുന്നു. അദ്ദേഹത്തിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. അദ്ദേഹത്തിന് സ്റ്റോക്കുകളൊന്നും പ്രത്യേകിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ആവനാഴിയിൽ എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇത് കുറച്ച് പടം കഴിഞ്ഞ് കഴിയുമ്പോഴുള്ള അവസ്ഥയാണിത്. ഈ കമലഹാസനെ പോലുള്ള ഒരു ഈ നടനെ ഞാൻ പറഞ്ഞില്ലേ, അഭിനയമൊന്നും പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ഇത് എടുക്കേണ്ട കാര്യമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്ത്യൻ എന്ന് പറയുന്ന ആ സിനിമ നമ്മുടെ മനസ്സിൽ എന്നും നിലനിൽക്കുന്ന ആ സിനിമയുടെ
ആ നല്ല വശം കൂടി ഈ ഇന്ത്യൻ 2 കൊണ്ടൊന്ന് കളഞ്ഞു എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഒരു നല്ല ചിത്രമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടാം ഭാഗം കഴിയുന്നത് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ആദ്യത്തേതിനോടൊപ്പം നീതി പുലർത്താൻ രണ്ടാം ഭാഗത്തിന് പലപ്പോഴും കഴിയാറില്ല. ചില പടങ്ങളൊക്കെ ഉണ്ട്, ദൃശ്യം 1ഉം 2ഉം ഒക്കെ നീതി പുലർത്തിയെന്നത്. പക്ഷെ അത് സംവിധായകൻ്റെ ഒരു മികവ്, അഭിനയിക്കുന്ന നടന്മാരൊക്കെ ഒരു മികവ് ഒരു ഘടകം തന്നെയാണ്. പക്ഷെ തിരക്കഥ വളരെ നന്നായെങ്കിൽ മാത്രമേ അത് മികവ് പുലർത്താൻ പറ്റത്തുള്ളൂ. ഇപ്പം ഇന്ത്യൻ എനിക്ക് തോന്നുന്നു എന്തിനിങ്ങനെ ഇത്രയും കൊല്ലത്തിന് ശേഷം ഇതിൻ്റെ രണ്ടാം ഭാഗം എടുത്തെന്ന് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. കാരണം ഒരു പുതിയ ചിത്രമായിട്ട് എടുത്തിരുന്നെങ്കിൽ, ഈ കഥ തന്നെ എടുത്ത് വേറെ ഒരു സ്റ്റൈലിൽ എടുത്തിരുന്നെങ്കിൽ, ഒരു പക്ഷേ ഇന്ത്യനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കഥയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് രക്ഷിച്ചേനല്ലേ. പക്ഷേ ഇത് ഇന്ത്യൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നൊരു കഥാപാത്രം. അത് ഇങ്ങനെ ആക്കി മാറ്റിയപ്പം സത്യം പറഞ്ഞാൽ വിഷമം തോന്നി, ഈ സംവിധായകനോട് ദേഷ്യം തോന്നി. എങ്ങനെ ഈ 3 മണിക്കൂർ നേരമൊക്കെ പിടിച്ചിരുന്ന് ഈ സിനിമ കാണുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ഈ കാശ് പോയുള്ള വിഷമം ഒരു വശത്ത്, ഈ പടം മോശമായതെല്ലാം വിഷമവും മറുവശത്ത്, എല്ലാം കൂടെ ഒരു സമ്മിശ്രമായ പ്രതികരണമാണ് നമുക്ക് തിയേറ്ററിൽ നിന്ന് ഉണ്ടാകാൻ പറ്റുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഇതെന്ന് പറഞ്ഞാൽ 250 കോടി എവിടെ മുടക്കിയത് പോലും എനിക്ക് ഈ പടം കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. എന്തിനിത് ചുമ്മാ വെള്ളത്തിൽ കലക്കി കളയാം. 250 കോടി എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരമായിട്ട് കാണുന്ന 250 കോടി മുടക്കി. ഇതെനിക്ക് തോന്നുന്നു സാധാരണ രീതിയിൽ ഒരു 10 കോടിയൊക്കെ മുടക്കിയാലും എടുക്കാൻ പറ്റുന്നൊരു ചിത്രമാണെന്ന് തോന്നുന്നു. സാങ്കേതികമായിട്ട് പലരും വലിയ മികവൊക്കെ പുലർത്തുന്നത് കാണാം. പക്ഷേ തിരക്കഥയും കഥയൊക്കെ മോശമായി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്കൊന്നും ശ്രദ്ധിക്കത്തില്ല. അതാണ് ഒരു പ്രത്യേകത. ഒരു പടം തിരക്കഥയൊക്കെ നല്ലതാണെങ്കിൽ മാത്രമേ നമ്മൾ ഛായാഗ്രഹണം, സംഗീതം, അതുപോലെ മറ്റ് സാങ്കേതിക മികവുകളൊക്കെ നോക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ അതൊന്നുമില്ല. പ്രായമായൊരു വ്യക്തിയെ കൊണ്ടുവന്ന് 100 വയസ്സൊക്കെ ഉള്ള പ്രായമായൊരു വ്യക്തിയെ കൊണ്ടുവന്ന് ഈ ഇപ്പോഴത്തെ യുവാക്കളുടെ രീതിയിലേക്കൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴേ അതാണ് ഏറ്റവും മോശമായൊരു രീതിയിൽ നമുക്ക് തോന്നിയത്. ഞാനതാണ് പറഞ്ഞത്, 1ാം ഭാഗത്തിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത പ്രായമായൊരു വ്യക്തി എങ്ങനെ പെരുമാറുന്നു എന്ന രീതിയിൽ തന്നെയായിരുന്നു 1ാം ഭാഗത്ത് അവതരിപ്പിച്ചത്. പക്ഷെ 2ാം ഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് അമാനുഷികമായ കഴിവ് കൊടുത്തു. 6 പാക്ക് കാണുന്ന യുവാക്കളിലൊക്കെ കാണുന്ന ഷർട്ടൊക്കെ അഴിച്ചിട്ട്, എന്താ പ്രായമായൊരു വ്യക്തിക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ പണ്ട് ഈ കൈവച്ചൊക്കെയുള്ളൊരു ആക്ഷനൊക്കെ അന്നത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര ഇതായി. ഇതിപ്പോൾ എല്ലാം അത് തന്നെയായി മാറി. പ്രത്യേകിച്ച് സ്റ്റണ്ട് നമുക്ക് കൈയടിക്കാൻ പറ്റിയ രംഗങ്ങളൊക്കെ വളരെ കുറവ്. ഇതൊക്കെ തന്നെയാണ് ഇന്ത്യൻ 2ൻ്റെ ഒരു പരാജയമായിട്ട് തോന്നിയത്. സത്യം പറഞ്ഞാൽ ഭാഗം 1നോട് നീതി പുലർത്താൻ ഒട്ടും പറ്റിയിട്ടില്ല. ഞാനിപ്പോഴും പറയുന്നു, ബാക്കി ഒരു മേഖലയും എനിക്ക് ശ്രദ്ധിക്കാൻ പോയി. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു പടം നമുക്ക് കണ്ടിഷ്ടപ്പെട്ടില്ലെങ്കിൽ, അതുപോലെ വളരെ പ്രതീക്ഷയ്ക്ക് ഉയർത്തിയ ഒരു പടം നമുക്ക് കണ്ടിഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ വേറെ ഒരു മേഖലയും സംഗീതവും നോക്കത്തില്ല, ഛായാഗ്രഹണം നോക്കത്തില്ല, ഒന്നും നമ്മൾ നോക്കത്തില്ല, നമ്മൾ ശ്രദ്ധിക്കത്തില്ല. എനിക്ക് തോന്നുന്നു ആദ്യമേ 10-20 മിനിറ്റ് മാത്രമേ ഈ പടം നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷ നൽകി. ബാക്കിയുള്ള സമയം മൊത്തം വേസ്റ്റായിരുന്നു എന്നുള്ളതാണ്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സത്യം പറഞ്ഞാൽ 250 കോടി ഇതിന് മുടക്കിയെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കാനാണ് തോന്നിയത്. അതിന് പറ്റിയതൊന്നുമില്ല ഇതിനകത്ത്. പിന്നെ എവിടെ കാശ് മുടക്കി എന്നുള്ളത് എനിക്കറിയില്ല. അത് സംവിധായകരും നിർമ്മാതാക്കൾക്കും അതിൻ്റെ പിന്നണി പ്രവർത്തിച്ചവർക്കൊക്കെ മനസ്സിലാവും. നമ്മൾ സാധാരണ മനുഷ്യനല്ലേ, നമുക്ക് സാധാരണക്കാരനായ ഒരു മനുഷ്യൻ കാശ് മുടക്കി പടത്തിന് പോയി കഴിഞ്ഞാൽ ഒന്ന് പോവാനും ഒന്ന് കൈയടിക്കാനും ഒന്ന് ആഘോഷിക്കാനും പറ്റിയ രംഗങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ പടം കണ്ടിട്ട് നമുക്ക് കാര്യമില്ല. ഉദാത്തമാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ആ ചിത്രത്തിന് ഇത്രയും ഹൈപ്പ് കൊടുക്കാൻ പാടില്ലായിരുന്നു. ഇനിയും ഏറ്റവും വലിയൊരു വിഷമിപ്പിക്കുന്നൊരു സംഗതിയും ചിത്രത്തിൻ്റെ ഇതിൽ കാണാൻ പറ്റി. കാര്യം ഇനി 3ാം ഭാഗം വരുന്നു എന്നുള്ളതാണ്. അതെന്തായി തീരുമോ എന്തോ എന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും വന്നു കഴിഞ്ഞാൽ നമ്മൾ പോയി കാണും. പക്ഷേ വരാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഇനി സംവിധായകൻ ഇനിയും ഇങ്ങനെയുള്ള കടുങ്കൈ ചെയ്യത്തില്ലെന്നുള്ള പ്രതീക്ഷയോടെ
നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അല്ലേ. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. ഓരോ സിനിമ കാണുമ്പോഴും ഓരോ മനുഷ്യനും അവന് ഇഷ്ടപ്പെടുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. അവന് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ എന്നുള്ള കാര്യം മാത്രമാണ്. ഓരോ മനുഷ്യനും ഓരോ രീതിയായിരിക്കും ആസ്വാദനം നടത്തുന്നത്. ഇപ്പോൾ എനിക്കിഷ്ടപ്പെട്ട പടം പലർക്കും ഇഷ്ടപ്പെടാതിരിക്കും, അല്ല ഇഷ്ടപ്പെടും. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന പടം പലർക്കും ഇഷ്ടപ്പെടാതെ ഇരിക്കും. അങ്ങനെ ഇതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പടം പോയി കാണുക. പടം പോയി കാണുമ്പം വലിയ പ്രതീക്ഷയോടൊന്നും പോയി കണ്ടു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നിരാശപ്പെടുത്തും. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. ഓക്കെ, ബായ്.